പശ്ചിമേഷ്യൻ സംഘർഷം വലിയ രീതിയിലുള്ള ആശങ്കയാണ് ലോകത്തിന് നൽകിയിരിക്കുന്നത്. പശ്ചിമേഷ്യയിലെ സംഘർഷത്തിൽ ഇറാനെ ചൈന സഹായിക്കുന്നുണ്ടോ എന്ന ചോദ്യം പല കോണുകളിൽ നിന്നും ഉയരാൻ തുടങ്ങിയിട്ട് നാളുകളേറെയായി. എന്നാൽ അതിനൊരു കൃത്യമായ ഉത്തരം ഇതുവരെയും നമുക്ക് ലഭിച്ചിട്ടില്ല. അതിനിടയിൽ ഇപ്പോൾ ഞെട്ടിക്കുന്ന ചില വിവരങ്ങൾ പുറത്തു വരികയാണ്. ഇറാന് ഈ യുദ്ധത്തിൽ ചൈന ചില സഹായങ്ങളൊക്കെ ചെയ്തു കൊടുത്തിട്ടുണ്ട് എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. യുദ്ധത്തിൽ നിന്ന് ഇറാൻ പിന്മാറാത്തതിന് പിന്നിലെ കാരണം ഇത് തന്നെയാണ് എന്നാണ് സൂചന. കാരണം അമേരിക്കയെ പോലുള്ള ഒരു രാജ്യത്തെയും ഇസ്രയേലിനെ പോലുള്ള ഒരു രാജ്യത്തെയും വെല്ലുവിളിക്കാൻ ഇറാന് കഴിയുന്നത് ഇറാനിന് പിന്നിൽ ശക്തമായ ചില ശക്തികൾ ഉള്ളതുകൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് അമേരിക്ക പലതവണ കീഴടങ്ങണമെന്ന് ആവശ്യപ്പെട്ടിട്ടും ഇറാൻ കീഴടങ്ങാത്തതും ആത്മവിശ്വാസം പ്രകടിപ്പിച്ചുകൊണ്ട് ഇറാൻ മുന്നോട്ട് പോകുന്നതും. ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ പുറത്തു വരും എന്ന സൂചന നിലനിൽക്കുമ്പോഴാണ് ഇപ്പോഴത്തെ യുദ്ധത്തിനിടെ പശ്ചിമേഷ്യയിലെ US താവളങ്ങൾ ആക്രമിക്കാൻ ഇറാന് സഹായകമായത് ചൈനയുടെ ചാര ഉപഗ്രഹമാണ് എന്ന റിപ്പോർട്ട് പുറത്തു വരുന്നത്. ചൈന ഇത് നിഷേധിച്ചിട്ടുണ്ട്. 2024 ഇറാൻ രഹസ്യമായി ചൈനയുടെ ചാര ഉപഗ്രഹം സ്വന്തമാക്കിയത് എന്നാണ് ഫിനാൻഷ്യൽ ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നത്. ചൈനീസ് കമ്പനിയായ എർത്തൈ നിർമ്മിച്ച T-1B സാറ്റലൈറ്റ് ആണ് ഇറാൻ സേനാ വിഭാഗമായ റവല്യൂഷണറി ഗാർഡ് കോഴ്സ് സ്വന്തമാക്കിയത്. ഇത് ചൈനയിൽ നിന്നാണ് വിക്ഷേപിച്ചത്. പശ്ചിമേഷ്യയിലെ US സേനാ താവളങ്ങൾ ഇതോടെ ഇറാന്റെ നിരീക്ഷണത്തിലായി. സൗദി അറേബ്യയിലെ US സേനാ താവളമായ പ്രിൻസ് സുൽത്താൻ എയർബേസിന്റെ ഉപഗ്രഹ ദൃശ്യങ്ങൾ കഴിഞ്ഞ മാസം 13 മുതൽ 15 വരെ തീയതികളിൽ ഇറാൻ ശേഖരിച്ചിട്ടുണ്ട് എന്ന നിർണായകമായ വിവരവും പുറത്തു വന്നിരിക്കുകയാണ്. മാർച്ച് 14 വ്യോമതാവളത്തിന് നേരെയുണ്ടായ മിസൈൽ ആക്രമണത്തിൽ US പോർ വിമാനങ്ങൾ തകരുകയും ചെയ്തിരുന്നു. ജോർദാനിലെ മുവാഫാഗ് വ്യോമതാവളവും ബഹ്റൈനിലെ നാവിക താവളവും ഇറാഖിലെ ഇർബിൽ വിമാനത്താവളവും ഇറാൻ ആക്രമിക്കും മുൻപ് ഉപഗ്രഹ നിരീക്ഷണത്തിലായിരുന്നുവെന്നും റിപ്പോർട്ടിൽ പറയുന്നു. അതേസമയം വാർത്ത സത്യവിരുദ്ധമാണ് എന്നാണ് ചൈനയുടെ വിദേശകാര്യ മന്ത്രാലയം വക്താവ് പറയുന്നത്. US ആകട്ടെ ഇതുമായി ബന്ധപ്പെട്ട ഒരു പ്രതികരണം നടത്തിയിട്ടുമില്ല. ഇറാൻ ഇത്രയും ശക്തിയോടുകൂടി ഇസ്രായേലിനെതിരെയും US-നെതിരെയും ആഞ്ഞടിക്കുന്നതിന് പിന്നിൽ ഒരു ശക്തിയുണ്ട് എന്ന തരത്തിലുള്ള ചില പരാമർശങ്ങൾ പല കോണുകളിൽ നിന്നും നമ്മൾ കേട്ടതാണ്. ഇപ്പോൾ ഈ വിവരം പുറത്തു വരുമ്പോൾ ഇറാനു പിന്നിൽ ഇറാന് ചില സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നത് ചൈനയാണോ എന്ന ചോദ്യം ഉയരുകയാണ്. ഇത് തെളിയുകയാണെങ്കിൽ അമേരിക്ക എന്ത് നിലപാടെടുക്കുമെന്നത് നിർണായകമാണ്. മാത്രമല്ല ലോകത്ത് രണ്ട് ചേരികളായി തിരിഞ്ഞൊരു യുദ്ധത്തിനുള്ള സാധ്യത പോലും ചിലപ്പോൾ തെളിഞ്ഞു വരാനുള്ള ഒരു അവസ്ഥയും ഇതുണ്ടാക്കും. അതുകൊണ്ട് തന്നെ വളരെ സൂക്ഷ്മതയോടെയാണ് ലോകരാജ്യങ്ങൾ ഇക്കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത്.